കിട്ടണം, അതിന് വാല്യൂ ചെയ്യണമെങ്കിൽ പണ്ട് ഹെൻറി ഫോർഡിന്റെ അടുത്ത് ഒരു ബിസിനസ് ഓണർ പോയിട്ട് ഒരു ദിവസം ഒരു കോൺഫറൻസിന്റെ ഇടയിൽ ഹെൻറി ഫോർഡിനോട് പറഞ്ഞു, ഹെൻറി ഫോർഡിനെ അറിയാലോ, ഫോർഡ് കാറിന്റെ ഫോർഡ് കമ്പനിയുടെ ഒക്കെ ഫൗണ്ടർ ആണ്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാറേ എനിക്കൊരു പ്രശ്നമുണ്ട്, ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, സാറേ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പേന കീശയിൽ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ അത് വീട്ടിലേക്ക് എത്തൂല, മിക്കവാറും 1-2 പേന ദിവസങ്ങളിൽ തന്നെ മിസ്സാവുന്നു, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ? പലപ്പോഴും എനിക്ക് ചിലപ്പോൾ ആവശ്യത്തിന് പേന കിട്ടാറില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അടുത്ത പ്രാവശ്യം നിങ്ങൾ പേന വാങ്ങുമ്പോ അല്ലെങ്കിൽ ഇന്ന് തന്നെ പോകുമ്പോ ഒരു പേന വാങ്ങിക്കോളൂ, മിനിമം 50,000 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കോളൂ, മിനിമം 50,000. അപ്പൊ അയാള്, അയ്യോ സർ, അത് 5 രൂപയുടെ പേന തന്നെ ദിവസം 2 പോകുന്നുണ്ട്, ഇത് പോയി കഴിഞ്ഞാൽ കുറെ പോവില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഡു ആസ് യു വിഷ്, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു, ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നേയുള്ളൂ. അങ്ങനെ ഇദ്ദേഹം വലിയൊരു ബിസിനസ് ടൈക്കൂൺ ആണ്, നല്ല സ്ട്രാറ്റജിസ്റ്റ് ആണല്ലോ. ഇദ്ദേഹം പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഒരു ഡയമണ്ട് ഒക്കെ പതിച്ച ഒരു 50,000 രൂപയുടെ ഒരു പേന വാങ്ങി കീശയിൽ കുത്തി. പിന്നീട് ഇവർ കാണുന്നത് 3 മാസത്തിന് ശേഷം മറ്റൊരു കോൺഫറൻസിൽ വെച്ചിട്ടാണ്. ഈ മറ്റേ കോൺഫറൻസിൽ കാണുന്ന സമയത്ത് ഹെൻറി ഫോർഡ് ഇത് ഓർമ്മിച്ചിരുന്നു, മൂപ്പർ എന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ആകാംക്ഷയുണ്ട്, വാങ്ങിയിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹെൻറി ഫോർഡ് ഈ മീറ്റിംഗിന്റെ ഇടയിൽ ചായ കുടിക്കാനുള്ള ഗ്യാപ്പിന്റെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ടേക്ക് ചോദിച്ചു, എന്ത് ചെയ്തു, ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ചെയ്തിരുന്നു സർ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇതാ സർ ആ പേന. ക്ലിയർ? ഹൗ യു വാല്യൂ ദ തിങ്സ് ഇറ്റ് വിൽ ബി വിത്ത് യു. ക്ലിയർ? ഇവിടെ ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് വാല്യൂ ഉള്ളതാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തിനും നമ്മൾ വില കൊടുക്കുന്നതിനാണ് നമ്മളെ കൂടെ ഉണ്ടാവുക. വെറുതെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു വിലയും ഉണ്ടാവില്ല. ക്ലിയർ?